ഗൈസ് എന്ന് പറയുന്നത് ചേട്ടൻ ഇഷ്ടമില്ല. നമ്മളെങ്ങോട്ടാ പോകുന്നത് പറയൂ. നമ്മള് മൂന്നാറ് പോവാണ്. മൂന്നാറല്ല പറയൂ. കുളുക്കുമല സൺറൈസ് കാണാൻ പോകും. നാളെ കാണും. ക്യാമ്പ് ചെയ്ത് ട്രക്ക് ചെയ്ത് പിന്നെ ജീപ്പില് പോയി അങ്ങനെ പിറ്റേന്ന് വേറെ സ്ഥലം. ഓരോ ദിവസം ഓരോ സ്ഥലം. മുന്നേ മൂന്നാറ് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുത്തതൊന്നും വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് അല്ലേ? ഇതൊരു തുടക്കമായിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറെ സ്ഥലങ്ങൾ കാണാൻ പോകാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാല്ലേ. അതാണ് ആഗ്രഹം. നമ്മൾക്ക് ഇങ്ങനെ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കപ്പിളാവാനാണ് ഇഷ്ടം അല്ലേ ചേട്ടാ? അപ്പോൾ നമ്മൾ മൂന്നാറ് പോവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി വീട് 5 മണിക്കൂറാണ് നമ്മൾ ഇപ്പോൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ട് സ്ഥലം സോഹോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സൂര്യനെല്ലി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമ്മള് ടെന്റാണ് ഇന്നത്തെ സ്റ്റേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് വരും. ഈവനിങ് ഒരു ട്രക്കിംഗ് ഉണ്ട് ഒരു വ്യൂ പോയിന്റിലേക്ക്. അത് കഴിഞ്ഞ് ഡിന്നർ, ക്യാമ്പ് ഫയർ, പിന്നെ കാലത്ത് മോർണിംഗ് ജീപ്പില് കൊളുക്കുമലേക്ക്. അതെ, കഴിഞ്ഞ വട്ടം മൂന്നാറ് പോയപ്പോഴാണ് ട്രക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്കാകെ എൻ്റെ മനസ്സിൽ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ജീപ്പിൽ പോയിട്ടുള്ള കുളു പോക്കാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നടന്നിട്ട് പോകണതും ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ പോകേണ്ടതാണ് ഞാൻ കഴിഞ്ഞ മൂന്നാറ് പോക്കിൽ പഠിച്ചു. അപ്പോൾ വഴിയേറെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരാം. കുട്ടാപ്പി ഞങ്ങൾ മാച്ച് ചെയ്യും. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. നമ്മൾ ഇവിടെ അങ്കമാലി എത്തിക്കില്ലല്ലോ. അങ്കമാലി എത്തും. ഇപ്പോൾ അത്യാവശ്യം കുഞ്ഞി ട്രാഫിക്കുകളുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ കുറച്ച് പാപ്പങ്ങളുണ്ട്. പാപ്പങ്ങൾ കവർ വെച്ച് ലേസ് ഉണ്ട്, ബ്രൗണീസ് ഉണ്ട്, കുർക്കുറ ഉണ്ട്, ദസ്റുപ്പൊക്കെ തുർത്തുറ ഉണ്ട്. പിന്നെ പഴം, ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മധുരമുള്ള ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉള്ള ബ്രെഡില്ലേ, ഇതാണ് ഉണ്ണിയപ്പം. പിന്നെന്താ ഡാർക്ക് ഫാൻറ്റസി പോലത്തെ യൂണിബിക്കിൻ്റെ കുക്കീസ് ഉണ്ട്. അപ്പം ഞാൻ 2 കുക്കീസ് കഴിച്ചു. എന്നോട് റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ഇവിടെ അല്ല, അത് കഴിഞ്ഞിട്ട്. അങ്ങനെ ആണ് കഥകൾ. ക്ഷീണിതനായോ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട്? നമ്മൾ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടൻ ആദ്യം ഡ്രസ്സ് എടുത്തു, പിന്നെ അതുപോലത്തെ ഇത് കണ്ടപ്പോൾ അപ്പം തന്നെ മേടിച്ച് അപ്പം തന്നെ ബില്ല് ചെയ്ത് അപ്പം തന്നെ ഇട്ടിട്ട് പോകുന്നു ഞങ്ങള്. അത്ര സൈക്കോണ് ഞാൻ. കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ടെഡിറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര രസമാണ്. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് കൊള്ളില്ല. അത്ര അടിപൊളി സ്മെല്ലല്ല, പക്ഷെ നല്ല ഷെയ്ഡാണ്. കണ്ടിൽ കാണുന്ന സെയിം കളറാണ്. ഷെയ്ഡ് നമ്പർ വരുന്നിട്ട് സ്കിന്നി ഡിപ്പ് 15 ആണ് ഷെയ്ഡ്. ഭയങ്കര ഒരു റിച്ച് ലുക്ക് നമുക്ക് തരും. അതാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത. ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നല്ല റിച്ച് ലുക്ക് ഉണ്ടെന്ന്. അല്ലേ? എന്നെ സമ്മതിച്ചു. അതെ യാ
ഇതേത് ഭാഗം? ഇവിടെയാണ് മിന്നൽ മുരളി ഷൂട്ടിംഗ് നടന്നത്. മിന്നൽ മുരളിയ ക്ലൈമാക്സിന്റെ സെറ്റൊക്കെ കൂടി ഇട്ടത്. സെറ്റായിട്ട് കാണുന്നില്ല. നല്ല ഭംഗിയുണ്ട്. മഴക്കാലത്തൊക്കെ ഇത് നിറഞ്ഞു കൊടുക്കുക ചെയ്യാ. ഒരു കുഞ്ഞു പുഴ, പിന്നെ അപ്പുറത്ത് മല, സൈഡില് മരങ്ങള്, ഭയങ്കര അടിപൊളി സീനറി ഉണ്ട്. പെയിന്റ് ചെയ്യുന്ന പോലത്തെ സീനറി. മേഘം, നല്ല സുന്ദരി മേഘം. എനിക്ക് ബോറടിച്ച് ഞാൻ പാപ്പം കഴിക്കുകയാണ്. ചേട്ടന് വേണ്ട. എല്ലാരും ചോദിക്കും ചേട്ടന് ഭയങ്കര കലിപ്പാണോ എന്നൊക്കെ. പക്ഷെ പാവാണ്, ഇങ്ങനെ ഇരിക്കുന്നുള്ളു. വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര കണ്ടോ, ഇപ്പൊ ചിരിച്ചുണ്ടോ? ചിരിക്കില്ല, ഭയങ്കര കോൺസെൻട്രേഷൻ. അതെ, ചേട്ടൻ വണ്ടി ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വണ്ടി 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 വെച്ചിട്ട് ജീവിക്കുന്ന മനുഷ്യൻ. ഇപ്പൊ എനിക്കും വണ്ടിക്കും തമ്മിലൊരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ ചേട്ടൻ ആദ്യം വണ്ടി എടുക്കും, എന്നെ എടുക്കില്ല. അല്ല, അത്രയും വണ്ടിയാണ്. വണ്ടി ആണ് മനസ്സ് മൊത്തം. അത് കഴിഞ്ഞ് ഞാൻ അല്ലേ അല്ലേ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം വണ്ടി ഓടിക്കുള്ളൂ. പിന്നെ റോഡിൽ ഇങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ആ 1 കിലോമീറ്റർ അപ്പുറം വരുന്ന വണ്ടിയെ നിരീക്ഷിച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. അതാണ് ഇങ്ങനത്തെ ഒരു മുഖം. സ്റ്റോറി ഓരോന്നൊക്കെ ഇടുമ്പം കലിപ്പൻ ചേട്ടായി, കലിപ്പൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ അയ്യ അങ്ങനത്തെ ഒരാളെ അല്ല കേട്ടോ, പാവാണ്. പാവൊന്നുമില്ല അങ്ങനത്തെ പാവല്ല, ഭയങ്കര സാമർത്ഥ്യക്കാരനാണ്, കില്ലാടിയാണ്, കൂമന്റെ ബുദ്ധിയാണ്, കൂമന്റെ. പക്ഷെ സ്നേഹമുള്ളവന് അല്ലേ? ചിരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടികൾ വരുന്നുണ്ട്, നിറച്ച് വണ്ടികളാണ്, അതുകൊണ്ട് ചിരിക്കില്ല. ഞം 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 ഞം. ഇതൊക്കെ ഒരേ വഴിക്കുള്ള വണ്ടികളാണ്. നേരത്തെ ഞാൻ 2 മല കണ്ടു. മലകളൊക്കെ ഇനി വരാമുള്ളൂ, വെറുതെ സ്റ്റോറേജ് കളയണ്ട. ഇവിടെ ചെറിയ റോഡ് പണികൾ. അവസ്ഥ ആലോചിക്കുക, പൊടി മൊത്തം നമ്മുടെ. അതെ, ഞങ്ങളന്ന് ബുള്ളറ്റ് വന്നപ്പോ ഈ പൊടി മൊത്തം എന്റെ തലയിൽ മൊത്തമായിരുന്നു. ഇവിടെ റോഡ് പണികൾ നടക്കുകയാണ്. പക്ഷെ ഇത്രയും നേരം വന്നത് അടിപൊളി റോഡായിരുന്നു, റബ്ബറൈസ്ഡ് റോഡായിരുന്നു, സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പൂ പോലത്തെ റോഡായിരുന്നു. എന്നോട് പോസ്റ്റ് ആക്കിയിട്ട് ഭർത്തു ചീച്ചിമുള്ളാൻ പോയേക്കാണ്. മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? മേക്കപ്പ് എങ്ങനെയുണ്ട്? കമ്മൽ എങ്ങനെയുണ്ട്? ഞാൻ അങ്ങനെ അധികം കമ്മലൊന്നും ഇടാറില്ലാത്ത ആളാണ്. ഇതിപ്പം എനിക്കിഷ്ടപ്പെട്ടു. റോട്ടിലേക്ക് നോക്കിയിട്ട് എനിക്ക് തരാടാ. കുഞ്ഞാപ്പൂന് പാപ്പൊക്കെ നമ്മളെ കുഞ്ഞാപ്പൂ പാവം. എനിക്ക് കുഞ്ഞാപ്പൂനെ മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പൂ എന്ന് പറയുന്നത് ചേച്ചിയുടെ പുതിയ വാവയാണ്. ന്യൂ ബോൺ ബേബി. എന്റെ ചക്കര പഞ്ചാര കുട്ടാപ്പു. അവരോട് 4:30 എത്തുന്നോണ്ട് നമ്മളാവും ആദ്യം എത്താന്ന് തോന്നുന്നു. നമുക്ക് മാമുന്നുണ്ട്. നമുക്ക് മാമ കൂടി തരുമല്ലോ ചിലവരുടെ എനിക്ക് ചൂടാക്കിയത് കഴിക്കാൻ പറ്റില്ല. ബൂം ചിക്ക വാവ്. ഞാൻ
ഇത് അതിന്റെ ബാക്കിയാന്ന് വെച്ചാൽ മലയുടെ മഞ്ഞുള്ള കാലല്ല കേട്ടാ. മറ്റേ സാധനം കൊടുക്കുമല്ല ശരിക്കുള്ള സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ തെളിഞ്ഞ കാലാവസ്ഥ. പക്ഷെ നമ്മൾ ചെന്ന വശം മഴ പെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു കോടമഞ്ഞ് കിട്ടി. ഇതതുപോലെ തന്നെ ഇത് നാളേക്ക് ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് മഴയാവും. അങ്ങനെ കാലാവസ്ഥ മാറും. പക്ഷെ തെളിഞ്ഞ കാലാവസ്ഥ ഇങ്ങനെയുള്ളടത്ത് പടച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി മാറ്റി നിർത്തിയാണ്. യൂണിവേഴ്സ് എപ്പോഴും അങ്ങനെയാണ് നമ്മളോട്, എപ്പോഴും കൈൻഡ് ആണ്. മലയുടെ അടുത്തെത്തി ഗൈസ്, അൽമല. അതെങ്ങനെയുണ്ട്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് താങ്കൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? പറയൂ, അദ്ദേഹം പറയൂ, അല്ലെ ഇദ്ദേഹം പറയൂ. അതായത് ഇപ്പൊ നമ്മള് ട്രിപ്പ് പോണതിനെ പറ്റിട്ടോ കാർ ഓടിക്കുന്നതിനെ പറ്റിട്ടോ അല്ലെങ്കിൽ നമ്മള് പോവാൻ വെള്ളി ബിക്കോസ് നമ്മൾക്ക് കടയുള്ളത് കൊണ്ട് നമ്മള് മല നോക്കിയേ, നമ്മള് മലയുടെ തൊട്ട് താഴെയാണ്. പറയൂ. വെള്ളി യെസ്, അതുകൊണ്ടാണ് നമുക്ക് വെള്ളിയാഴ്ച. അടുത്ത വീക്ക് നോക്കിയപ്പോ അടുത്ത വീക്കും ഫുൾ, അതിന്റെ അടുത്ത വീക്കും ഫുൾ. ഒരു മാസം മുമ്പ് എല്ലാ സ്ലോട്ടും ഫില്ലായി. നമുക്കാണെങ്കിൽ എന്നാ വേക്കൻഡ് ചോദിച്ചപ്പോ ഇന്ന് പറ്റുമോ ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പ്ലാൻ ചെയ്ത് വേഗം എല്ലാ കാര്യങ്ങളും. നല്ല സ്ഥലം, നല്ല തണൽ. ഇങ്ങനെ തണലുള്ള സ്ഥലത്ത് കൂടെ വണ്ടി പോകുമ്പോ ഞാൻ സ്ലോ ആക്കി പതുക്കെ നിർത്തി പോകാൻ എനിക്ക് ഇഷ്ടം. ബൈക്കിലൊക്കെ പോകുമ്പോ ഭയങ്കര മനസ്സിനൊരു കുളിർമയാണ്. നമ്മളിപ്പോ മലമുകളിലെത്തി അല്ലേ? കുഴിയിലായി തിരിഞ്ഞ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോകും. എന്താ അവിടെ എന്താ പണി നടക്കുന്നുണ്ട്? ഒരു പണി ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ കാണുമ്പോ എനിക്ക് അപ്പം മിട്ടുവിന് ഓർമ്മ വരും. മിട്ടുമണിക്കാണ് വലിയ വണ്ടികൾ ഇഷ്ടം. നമ്മള് നേരത്തെ ഫ്രണ്ടിൽ കണ്ട മലയാണ് നമ്മുടെ ബാക്കിലുള്ളത്. മലയുടെ അടിക്കോടെയാണ് നമ്മൾ വന്നത്. ഇപ്പൊ നമ്മള് മോൾ ഭാഗത്തെത്തി. അതെ, ഇവിടുന്ന് കാണാം. കണ്ടോ, നമ്മൾ ഇത്രയും പൊക്കത്തിലായില്ലേ? നീലാംബരി. നമ്മളിപ്പോ ഒരു 1/2 കിലോമീറ്ററും കൂടെ കഴിഞ്ഞ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ മൂന്നാർ പോവില്ലേ? പാലം, നേര്യമംഗലം പാലമാണ് അവിടെ കണ്ടില്ലേ? മരത്തിന്റെ പിന്നിൽ പാലം, നേര്യമംഗലം പാലം കാണും. മരത്തിന്റെ പിന്നിലാണ് നേര്യമംഗലം പാലുള്ളത്. കണ്ടോ? In 200 meters, turn right onto Neriyamangalam Painavu Road. Painavu റോട്ടിക്ക് നമ്മൾ തിരിയുന്നു. നമ്മൾ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പോണ സ്ഥലം ഈ വഴി നമുക്ക് ചേട്ടൻ തന്നെ ആദ്യമായിട്ടാ. അപ്പൊ പിന്നെ ഒരു വട്ടം ബൈക്കിൽ നമ്മള് മാത്രേ തമാശ. എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് നടക്കും. ഞാനാ ഒരു
ഒരു കാറൊക്കെ വരും. അല്ല, അവനും കൊറേ നേരമായി കണ്ടിട്ട് വണ്ടി, കാരണം അവൻ ഹോൺ അടിച്ചു. അപ്പൊ അവിടെ വഴിയിൽ ആരില്ല നിർത്തം കണ്ട. ഞാൻ പറഞ്ഞത് സത്യം. ആരുമില്ലല്ലോ. എന്തത് വിചിറമ്പിച്ച വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ മൂന്നാർ ഇത്ര സെറ്റപ്പ് ആയിട്ട് കിട്ടുന്നു, അതും വെള്ളിയാഴ്ച, അത് ഈ തുടപ്പത്ത്. നമുക്ക് വേണ്ടി കണ്ട യൂണിവേഴ്സ്, നമുക്ക് വേണ്ടി. നിങ്ങളൊക്കെ മടിയായിട്ടില്ല സാധനം പഴം കഴിഞ്ഞില്ലേ? പഴം കഴിക്കല് കഴിഞ്ഞു. കണ്ടായ വഴിയിൽ ഒറ്റ മനുഷ്യന്മാരില്ല. ആദ്യമായിട്ട് ഞാൻ മൂന്നാർ വരുമ്പോ ഒരാളില്ലാണ്ട് വഴി കൂടെ. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഈ സമയത്ത് ഇറങ്ങി മതി. വീട്ടിൽ നിന്ന് ഒരു 8:30 കാലത്തൊക്കെ പോകുമ്പോ ജാതി ക്രൗഡ് സ്റ്റേ വഴിയൊക്കെ ആളില്ല. ഇപ്പൊ പഴം നന്നായി ശരി. നമ്മുടെ ചിക്കനും പള്ളിയും ഷാഡോ തന്നെ ബോട്ടിങ് പള്ളി. സ്കൂൾ ഡ്രിങ്ക്സ്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. എവിടെ വന്നു? വീഡിയോയിൽ കണ്ടില്ല. എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു റൂട്ട് കൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. പാറ, ശാന്തമ്പാറ, ഇപ്പുറത്തെ വഴി. അവിടെ പരിപാടി ഇത് വീഡിയോ. സെറ്റപ്പായിരുന്നു അവിടെ കഞ്ഞിക്കുടി. അവിടെ കഞ്ഞി കുടിക്കായിരുന്നല്ലോ. കട്ടപ്പന വണ്ടി. ഇത് ബസ് റൂട്ട്, നമ്മളൊന്നും ബസ് റൂട്ടല്ല. അതാ കാണാൻ പറ്റില്ല. ഇതൊക്കെ മഴക്കാലത്ത് സീൻസ് അല്ല കൂട്ടാ. കല്ലുകളുടെ ഇത് കണ്ടറിയാം. ഉള്ളിലൊക്കെ പെട്ടാ തലടിച്ച് ദുരന്തം പറച്ചില്. പിന്നെ അല്ലാണ്ട് കാര്യമായിട്ടുള്ള കാര്യം നീ നോക്ക്. ഇവിടെ കൂടെ വെള്ളം പോണ സ്ഥല. ഇത്ര കളി കാണും. നട്ടുച്ചക്കുള്ള വെയിലുണ്ടല്ലോ അല്ലേ? വെയിലാണ്. എനിക്ക് കോടമഞ്ഞ് വേണം. കോടല്ല, മഞ്ഞ് വേണം. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, സൺറൈസ് അടിപൊളിയാൽ മതി. അതെ, നാട്ടിലെ കറികളത് കറികളുള്ളൂ. ആറ്റോരം ആറ്റോരം കന്നി നിലാവി. ആ പാട്ടാണോ? ഇനിയുണ്ട് കൊഴുവ ഫ്രൈ. കറി അമ്മൂമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ട്. ഓരോ കറി ഈ ചേരുണ്ടല്ലോ.
Continue on National Highway 85 for 9 kilometers. എന്താ 9 കിലോമീറ്റർ ഈ ഹൈവേയിൽ ഗ്യാപ്പ് റോഡ്. അന്ന് ഈ പാട്ടൊക്കെ വീഡിയോയിൽ വന്ന അവിടെ നിന്ന് കണ്ടാ നീലക്ഷേത്രത്തിന്റെ ഇടയിലൊക്കെ നമ്മളവിടെ നിന്ന് കണ്ടില്ല ഒരു നീലത് മലയുടെ മുകളില്. എന്റെ ചെവി പറഞ്ഞ ചെവി അടഞ്ഞുണ്ടായില്ല അത് കിട്ടിയില്ല. നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ പൂപ്പാറ കഴിഞ്ഞു എത്തിയില്ലേ? നല്ല തേയിലത്തോട്ടവും നല്ല വ്യൂ ഒക്കെ ആയി തുടങ്ങിയത്.
നിഗൂഢമായൊരു വഴി. പക്ഷെ നല്ല രസമുണ്ട്, നിറച്ച് പൂക്കളൊക്കെ ആയിട്ട്. പൂക്കള് നമ്മുടെ വരവേറ്റ പോലത്തെ നിൽക്കും. ഇല്ല, പിന്നിലൊരു വണ്ടിയുണ്ട്. എൻ്റെ അമ്മേ, വെള്ളച്ചാട്ടം ഇവരൊക്കെയാവും നാളെ നമ്മളെ കൊണ്ടുപോകാം. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താനായി ഗൈസ്. ഇനി എത്ര മീറ്റർ ഉണ്ട്? 700 മീറ്ററും കൂടെ ഉള്ളൂ. എവിടെയാണ്? ശരിക്കും മലയുടെ മുകളിലാണ് നമ്മുടെ ടെന്റ് സ്റ്റേ. വീഡിയോയിലൊന്നും ഇവിടെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒന്നും കാണാനില്ലല്ലോ. ആ ഗേറ്റ് ആവും, കഴിഞ്ഞു പോയ ഗേറ്റ്. ആണോ? എവിടെ കാണിക്കുന്നു? എന്തായാലും വന്ന വഴി ഞാനില്ല. ഈ വഴി എങ്ങനെയാണെന്ന് വെച്ചാലും തിരിച്ചു പോയാൽ മതി. ബാക്കില് മല പകുതി മഞ്ഞ് മൂടി കിടക്കുന്നത്. ഇല്ല എന്നിട്ട് ആള് കുതിരയും അതിനൊത്ത ഇത് തരാന്ന് പറഞ്ഞാലും ഇനിയില്ല. വണ്ടി കേറില്ല. അതെന്തിട്ട് എന്റെ ആൾട്ടോ കേറില്ല പോലത്തെ ഭയങ്കരமான കയറ്റം. ഇവരൊക്കെ കാറിലാലോ വന്നേക്കണ ആൾക്കാര്. ഇങ്ങോട്ടാ തുറക്കട്ടെ. തന്നെ എങ്ങനെയുണ്ട്? ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യണത്. രണ്ട് വാക്ക് സംസാരിക്കും. വ്ളോഗിൽ 2 വാക്ക് സംസാരിക്കും. നോക്കട്ടെ, ഇത് കാണിച്ചേ. എൻ്റെ ഫോട്ടോ എടുത്തേ. അയ്യോ, ഒടുക്കത്തെ ടൈറ്റ് ആണല്ലോ. ടൈറ്റ് ഒന്നുമല്ല. നോക്ക്, നോക്കൂ. ഒരു കണ്ണാർക്കുള്ളൂ.
പൊട്ടൻകാട് വഴി പോയാലോ നമുക്ക്? ഇതൊക്കെ എന്തൊരു ഞാൻ ഇത്രയും നേരം വിചാരിച്ചോണ്ടിരുന്നത് കാറിന്റെ ഗ്ലാസ്സിൽ നിന്ന് വരുന്നൊരു ഗ്ലെയർ കൊണ്ടാണ് ഈ സൈഡിൽ കാണുന്ന ഒരു സംഭവം. പക്ഷെ പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ രാത്രി സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു നിലത്ത് വീണിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഈ ഒരു ഏരിയയിൽ ഒരു ഗ്ലെയർ പോലെ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ടെൻറ്റ് സ്റ്റേ കുട്ടാപ്പി നാളെ പോകാനുള്ള വഴി, തിരിച്ചു പോകാനുള്ള വഴി നോക്കാം. കണ്ടോ, ഇതിൽ അവിടെ അറ്റത്താണ് നമ്മളുടെ റൂമല്ല ടെൻറ്റ്. അവിടെ നിന്ന് മുന്നിൽ ഒരു കുഞ്ഞ് ടെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് നല്ല വ്യൂ ഉണ്ട് രാവിലെ. പിന്നെ നാളെ രാവിലെ 4 മണിക്കാണ് നമ്മൾ എവിടെ പോണേ? എന്താ കുളുക്കുമല ഈ ഗ്ലെയറാ. അതാ സ്ക്രീൻ ഗാർഡ് പൊട്ടി. കുളുക്കുമല സൺറൈസ് കാണാൻ പോകുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മളിവിടെ 3:30 എത്തിയത്. ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ കൊണ്ട് വെച്ചു. പിന്നെ 4 മണിക്ക് ടീ ഉണ്ടായിരുന്നു, കട്ടൻ ചായ. ഞാൻ ചായ കുടിക്കാറില്ലാത്തതുകൊണ്ട് ചേട്ടൻ ചായ കുടിച്ചു. അവിടെ ഒരു പൂച്ചനെ കണ്ടു, ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ ഇടാം. പിന്നെ അത് കഴിഞ്ഞ് 5 മണിക്ക് ട്രെക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിന് വേണ്ടി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ നമ്മളുടെ സെൽഫി കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസ് ചേട്ടെടുത്ത് തന്നു. കുരു വന്നു മൂത്ത്. അത് പറയല്ലോ കേട്ടോ. നന്നായി അത് നീയുള്ള കാരണം ഓർക്കാൻ. ഇവിടെയാണ് ഫുഡിൻ്റെ ഏരിയ. അതിൻ്റെ താഴെയാണ് ടോയ്ലറ്റ്, വാഷ്റൂം എല്ലാം. ഇതിൽ ഇരുവല അറ്റത്താണ് നമ്മളുടെ ശരിയായി തുടങ്ങിയിട്ടുള്ളൂ. എനിക്കൊരു വഴി നിന്നൊരു പേരക്കിട്ട് ഞാൻ രണ്ടുപേരും കൂടെ കഴിച്ചു. ട്രക്കിംഗ് ആണ് ഗേസ്, ട്രക്കിംഗ്. ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയത് എനിക്ക് ഭയങ്കര വിഷമമായി. ചെവിയിൽ വെച്ചരോ.
ആറ്റിറമ്പിലൊക്കെ കളഞ്ഞ നല്ല ഇഷ്ടായി. എൻ്റെ പൂ പോയി. ఓకేనా? లేకపోతే మంచిగా ఉండే ఫోటో గిరిగారా ఇంకొక మంచి ఇంకొకటి പറയണ്ട. നമ്മുടെ ക്യാമ്പ് സൈറ്റ് വരുന്നത് അവിടെയാണ്. ഇവിടെ വേറെ ഒന്ന് അയ്യോ എൻ്റെ ഡേഞ്ചർ സോണാണ് ഗൈസ്. എൻ്റെ അമ്മച്ചി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒരു സെൽഫി വീഡിയോ എടുക്കും. അയ്യോ ഷിറ്റിപ്പായുള്ളൂ. ചായ കുടിച്ചിട്ട് റൂമിൽ പോണ ഇത് കൊണ്ട് പോലെ ട്രക്കിങ് കഴിഞ്ഞ ഈ സമയമായി വന്നപ്പോൾ എൻ്റെ മുടിയിൽ കിട്ടുന്ന സാധനം പൊട്ടിപ്പോയി. അവിടെ പോകുന്നു, കഴിക്കുന്നു, നേരെ റൂമിൽ പോകുന്നു. ക്യാമ്പ് ഫയർ ആണ് തിരിച്ചു വരുന്നത്. നല്ല ക്യൂട്ട് ആൻഡ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പൂച്ചയുണ്ട്. പക്ഷെ ഇത്തിരി ജാട കൂടുതല. இல்லையா இன்னொரு ஒரு 2-3 സാധനം എടുക്കാൻ സമ്മതിക്കില്ല.